എന്താടാ ഇത്? രണ്ടുപേരും ഒരുപോലത്തെ ചെരുപ്പ് വേണമെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് വന്നിട്ട് രണ്ടുപേരും കൂടെ ഒരുപോലെ കൊണ്ട് കളഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. പുതിയൊരു ചെരുപ്പാണല്ലോ. ഇതിന്റെ ജോഡി കിട്ടിയാൽ നന്നായിരുന്നല്ലോ. സ്കൂട്ടറിൽ ഉറങ്ങല് ഞാൻ 100 തവണ പറഞ്ഞതാ. ഇവൻ തൊള വീണു. 6 മാസം കൂടെ ഓടിക്കാന്ന് വിചാരിച്ചാണ്. ഞാൻ 1 മിനിറ്റ് ഇപ്പൊ വരാം. ഞാൻ 1 മിനിറ്റ്. പുതിയ ചെരുപ്പാണല്ലോ. ഇതെങ്ങനെ ഇവിടെ 650 രൂപയെ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരെണ്ണം പെട്ടയോ കിടപ്പുണ്ടാവൂലോ. എടാ ഞാനൊന്നും മയങ്ങിപ്പോയതല്ലേ, അതിപ്പോ പണിയായി. ഇതിന്റെ മറ്റേ ജോഡി അവളുടേലാണല്ലോ. ഇത് ഇവളുടേന്ന് എങ്ങനെ മേടിച്ചെടുക്കും? അതെ, ഒരു ചെരുപ്പ് എങ്ങനെയാണോ തരയുന്നത്? അല്ല, ഇന്നലെ ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നെന്നോ. ഒരു പയ്യനെ ചോരയിലൊക്കെ കുളിച്ചിട്ട് അവന്റെ ഒരു ചെരുപ്പ് മിസ്സായി. ഇന്നലെ ആരൊക്കെ ഇവിടെ തരയുന്നുണ്ടായിരുന്നു? എനിക്കരടി ചെരുപ്പും വേണ്ട, മണ്ണാങ്കട്ടിയും വേണ്ട. അപ്പോഴേ ആ കടക്കാരൻ പറഞ്ഞ അത് കവറിലിട്ട് തരാന്ന്. ഞാനാ പറഞ്ഞത് വേണ്ടാന്ന്. എന്റെ പൊന്നോ, പുതിയ ചെരുപ്പാണല്ലോ. പോയത് എവിടെ നിനക്കുള്ള ഓർമ്മയുണ്ടോ? 650 രൂപ ലാഭമായി. ഇതെങ്ങനെ? അയ്യോ, ഇനി ആർക്ക് വേണം ഈ ഓട്ടച്ചെരുപ്പ് നടക്കും? സൈസൊക്കെ കറക്റ്റ് ആണല്ലോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇതെന്താ ഇങ്ങനെ? ഇത് രണ്ടും ഒരേ കാലിലത്തെയാണല്ലോ. അപ്പൊ ഇതിന്റെ വേറെ ജോഡി എവിടെ? ഇത് 2 ലെഫ്റ്റ് ആണല്ലോ. ലെഫ്റ്റ് റൈറ്റ്. ഇതെന്താ ഇങ്ങനെ? അച്ഛന്റെ ചെരുപ്പ് മാത്രമേ പോയെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ എന്റെ ചെരുപ്പും കൂടെ കൊണ്ടുപോയി കളഞ്ഞു. ഇനിയിപ്പോ കടക്കാരൻ പാക്ക് ചെയ്ത് കൊടുത്തപ്പോ മാറിപ്പോയതാണ്. കയ്യിലുള്ള ചെരുപ്പും കളഞ്ഞു. ഈശ്വരാ, എന്നോട് ചെയ്തല്ലോ. പുതിയ ചെരുപ്പ് കിട്ടിയവൻ സന്തോഷത്തോടെ തുള്ളിച്ചാണ് നടക്കണ്ടാവും അല്ലേ? എന്റെ പൊന്നോ, ചൈത്തായി പോയല്ലത്. കറക്റ്റ് സൈസ് ആയിരുന്നു പക്ഷെ